KL06A22 ആരുടെ ബൈക്കായിട്ടാ? അത് ആരുടെയും ബൈക്കല്ല. അല്ലേ? അല്ല, ആ ബൈക്ക് ആക്ച്വലി ആരുടെയും അല്ല. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു അത് ഫേക്ക് നമ്പറാണ്. പക്ഷേ കമ്മിങ് ടു ദ പോയിന്റ്, അത് ഞാൻ അച്ഛന് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ പണ്ട് CD100 ഉപയോഗിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു കഴിഞ്ഞ ബർത്ത്ഡേ സമയത്ത്, ലോക്ക്ഡൗൺ സമയത്ത് ഞാനിങ്ങനെ ഒരു ഓൺലൈനിൽ ഇങ്ങനെ തപ്പിയെടുത്തു. ഈ ബൈക്ക് കിട്ടുന്നില്ല. അപ്പോൾ കിട്ടിയത് ഭയങ്കര മോശം അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതിനെ എന്താ പറയുക, ഒന്ന് ശരിയാക്കിയിട്ട് അച്ഛന് ഗിഫ്റ്റായി കൊടുത്തതാണ്. പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ജയകൃഷ്ണൻ ഈ സിനിമയിലൊരു ഗ്യാരേജ് മെക്കാനിക്കാണ്. CD100 എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു വിൻറ്റേജ് മൂഡ് ഉണ്ട് അതിന്. പിന്നെ ഏറ്റവും കൂടുതൽ മൈലേജ് തന്ന വണ്ടിയായിരുന്നു. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഇയാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണെന്ന രീതിയിൽ സിനിമയിൽ ഉപയോഗിച്ചു. പിന്നെ 22 എനിക്ക് ഇഷ്ടമുള്ള നമ്പറാണ്, അതുകൊണ്ട് 22 എന്ന് വെച്ചു. എന്റെ ബർത്ത്ഡേ 22 അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഒരു കാര്യം കൂടെ, അതായത് ഈ അജു വർഗീസ് ഈ ക്യാരക്ടർ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് തല്ലി പിടിച്ച് വാങ്ങിച്ചതാണ് എന്നും കേട്ടു. അത് സത്യമാണോ? അജുവിന് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് എവിടേക്കോ ഈ സ്ക്രിപ്റ്റ് നല്ലതാണെന്ന് കേട്ട് ഒരു ദിവസം എന്നെ വിളിച്ചു. ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് നീ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു, ഹൗ ഇസ് ഇറ്റ്? ടു ബി വെരി ഫ്രാങ്ക്, അങ്ങനെ ഒരു വേഷം, അജുവിന് പറ്റിയ വേഷം അതിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെയെങ്കിലും അജുവിന് അത് വോണ്ടഡ് ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഞാൻ അജുവിന് പറഞ്ഞു, അജുവിടെ ഒരു ഇതുവരെ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു വേറെ ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങളാണ്. ആർ യു കംഫർട്ടബിൾ? നീ അങ്ങനെ നോക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്യാം. ആൻഡ് ഐ തിങ്ക് അജു വളരെ ഹാപ്പിയാണ്. അജുവിന് എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ അജുയുടെ കരിയറിൽ തന്നെ ഇത്രയും നല്ല ഇൻട്രോ ഉൾപ്പെടെ കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നല്ല കഥാപാത്രമാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. ഇപ്പോൾ ജയകൃഷ്ണൻ കഴിഞ്ഞിട്ട് ആരാണ് എനിക്ക് പേഴ്സണൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ, അജു ചെയ്ത കഥാപാത്രത്തിന് ആ ഒരു ടെമ്പോ ഉണ്ട്. അങ്ങനെ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ണി ചേട്ടൻ അഭിനയിച്ച കുറച്ച് സിനിമകളിലെ അല്ലെങ്കിൽ കുറച്ച് പാട്ടുകൾ നമ്മൾ മലയാളം പാട്ട് അധികപടി ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്തിനെന്നല്ലേ ഈ പാട്ട്, ഇത്രയും നല്ല മനോഹരമായ പാട്ടുകൾ ഞങ്ങൾ എല്ലാവരുടെ കഷ്ടപ്പെട്ട് വൃത്തികളാക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മനോഹാരിത തിരികെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ണിച്ചേട്ടൻ തന്നെയാണ്. കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പാട്ടുകളൊക്കെ ഇവിടെ പാടാനുള്ള അവസരവും കൂടെ ഞാൻ ചേട്ടൻ നൽകും. അപ്പൊ ആദ്യത്തെ പാട്ട് പിടിച്ചോളൂ. അതെങ്ങനെ വേണമെങ്കിൽ വായിച്ചോട്ടോ. Up in the sky, sun not disappearing. Dreams dancing in eyes automatically. Some summer lasting like color sprinkling. അത് വളരെ മനോഹരമായിട്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത്രയൊക്കെ ഞങ്ങളിലൂടെ പറ്റുള്ളൂ. Up in the sky. Up in the sky. അപ്പൊ എന്തിരിക്കും? Sun not disappearing. ഏതൊരു കോമഡി സീൻ ആയിരുന്നല്ലോ. ഇതെന്തായാലും പറയണം. കാരണം അതായത് ഇത്രയും പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്ന ആള് ഇതെന്തായാലും പറയണം. Up in the sky, sun not disappearing. ഇത് മേപ്പടേന്റെ പാട്ടാണ്. ആണല്ലേ?